മാധ്യമം നമ്മുടെ ഒരു കുടുംബത്തിനകത്തോട്ട് വരുന്നതിന്റെ ഒരു സന്തോഷം വരാറുണ്ട്. പക്ഷെ ഒരുമിച്ച് ഇത് വളരെ നാളുകൾക്ക് ശേഷം രണ്ടാമത്തെ വിഷയം സ്വന്തം കുടുംബവും വന്നിരിക്കുന്നു. കാരണം ഒരു ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തരം സഹായങ്ങളും നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിനകത്ത് കുടുംബത്തിന്റെ സഹായവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഗ്ലാസിന്റെ സൗണ്ട് നിർത്താമോ പ്ലീസ്? ദയവ് കുറച്ച് കഴിഞ്ഞ് മതി. താങ്ക് യു. അപ്പോ രണ്ടാമത്തെ സന്തോഷം വെച്ചാൽ വലിയൊരു ദൈവാനുഗ്രഹം ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ. കാരണം എന്നും എപ്പോഴും ഒരു നല്ല ജീവിതം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബമായി കഴിഞ്ഞിട്ടും ഇപ്പം മക്കൾ, ഞാൻ ഒരു സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു കലാകാരനായിട്ട് നിന്നു, സീരിയൽ ഇൻഡസ്ട്രിയിൽ നിന്നു. മക്കളും ഇതേപോലെ സ്ക്രീൻ രംഗത്ത് വന്നു. ആ രംഗത്ത് വന്നപ്പോൾ ഞാനൊരു വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലായിരുന്നു. അങ്ങനത്തെ പദവികൾ സ്വീകരിച്ചിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു സ്ട്രഗിളറായിരുന്നു പലപ്പോഴും. ഓഫ്കോഴ്സ് സീരിയൽ മേഖലയിൽ സക്സസ് കിട്ടിയിട്ടുണ്ട്. മക്കൾ വന്നപ്പോഴും നമ്മുടെ മലയാളി സഹോദരങ്ങൾ അല്ലെങ്കിൽ എല്ലാ ഭൂമിയിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവർ നമ്മുടെ മക്കളെയും സ്വീകരിച്ചു, സ്നേഹിച്ചു, അവർക്ക് ഒരു അംഗീകാരം കൊടുത്തു. അപ്പൊ അതാണ് ഇന്ന് എനിക്ക് ഭാഗ്യമായി വന്നിരിക്കുന്നത്. വെച്ചാൽ ഇവരെ ധാരാളം പേർ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇവരും പറഞ്ഞു അച്ഛൻ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണം, അവസാന ദിവസങ്ങളിൽ 10 ദിവസങ്ങളിൽ ഞങ്ങൾ വേണ്ട രീതിയിൽ അച്ഛനെ സഹായിക്കാം, എങ്ങനെയൊക്കെ സഹായം വേണം. ഞാൻ നിങ്ങളവിടെ വരിക, വന്ന് ഇവിടുത്തെ കൊല്ലം തിരിച്ചറിയണം, കൊല്ലത്തെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, നിങ്ങൾ വന്നിട്ട് കണ്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് എല്ലാവരും ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് എനിക്കത് ദിലീപ് എന്ത് ചോദിച്ചല്ലോ, ഇതാണ് ചോദിച്ചത്. ഓക്കെ, പോസിറ്റിവിറ്റിയുടെ റീസൺ ഇത്രയും വരും വിചാരിച്ചില്ല. ഓക്കെ, കുഴപ്പമില്ല. എനിക്കിപ്പോ റൗണ്ട് എന്ന് പറയാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് മറ്റ് പ്രധാന 2 സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അവരൊക്കെ ഏതാനും റൗണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് മുകളിൽ നിൽക്കുന്ന പലരും ഉടൻ വരുന്നു. ഇതൊക്കെ ലിസ്റ്റ് ഞാൻ പറയേണ്ടതല്ല. അപ്പൊ കേന്ദ്രത്തിന് തന്നെ കൊല്ലം ജയിക്കുന്നുള്ളൊരു തോന്നൽ വരുത്തിയിരിക്കുകയാണ്. ആ പ്രതീതി കൊണ്ടുകൊണ്ട് അവർ ധാരാളം ആൾക്കാരെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇനി നമ്മളും വരും ദിവസങ്ങളിൽ ഒരു പടി കൂടി, ഒരു ഒന്നിന്റെ കൂടി തള്ളെന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തിയാൽ വിജയിച്ച് കയറാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം സുരേന്ദ്രൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ജയിച്ചു കഴിഞ്ഞാൽ കൃഷ്ണകുമാർജി ഒരു കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് വരും. പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു പ്രചരണം നൽകാനായിട്ട് പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? പലപ്പോഴും മാധ്യമങ്ങളിൽ ചെറിയ രീതിയിലൊരു വാർത്ത വന്നത് അറിഞ്ഞല്ലാതെ പാർട്ടിയിലെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴി പോലും അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രചരണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു പരാതിയുണ്ട്. ഇത് നമുക്ക് പല തരത്തിൽ ഇനി എടുക്കാം. കാരണം ഒന്ന്, പാർട്ടിക്ക് ഓരോ കാറ്റഗറി ഉണ്ട്, ഓരോ മണ്ഡലങ്ങൾക്ക് കിട്ടി എല്ലാ പാർട്ടികൾക്കും. അതിൽ BJP എന്ന് പറഞ്ഞ പാർട്ടിയുടെ B ക്ലാസ് കാറ്റഗറി ആയിരുന്നു. അതിനിപ്പോൾ Aയിലോട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തന രീതി, ഫണ്ടിങ് എല്ലാം ആ അളവിലേ വരത്തുള്ളൂ. പക്ഷേ എന്റെ ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തട്ടിലെ പ്രവർത്തകർ, അതായത് ബൂത്ത്, ഏരിയ, മണ്ഡലം, ഇതുപോലെ അതിശക്തമായ ഒരു പ്രവർത്തനം മുൻ ഇലക്ഷനിൽ ഞാൻ ഇലക്ഷനിൽ നിന്ന സാഹചര്യമുണ്ട്. ഞാൻ ഇലക്ഷനിൽ പലർക്കും വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അടിയൊഴുക്ക് ഏറ്റവും ശക്തമായി നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലമാണ്. കാരണം ഇപ്പോ ഇരു മുന്നണികളും കാലങ്ങളായി ഭരിച്ച് ഇവിടെ ഒരു വികസനവും നടക്കുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഏറ്റവും വളക്കൂറുള്ളൊരു മണ്ണുള്ള ഒരു ജില്ലയാണ് കൊല്ലം. കാരണം അതിസുന്ദരമായ ഒരു ജില്ലയാണ്. നമ്മളൊരു അറ്റം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ മലമ്പ്രദേശമാണ് പുനലൂർ ഭാഗം, നടുക്കൂട്ടുന്ന കല്ലട 6, അത് കഴിയുമ്പോൾ നമ്മുടെ കായലുണ്ടല്ലോ, അഷ്ടമുടി കായല്, ഇത് കഴിയുമ്പോൾ കടൽ വരുന്നു. എല്ലാത്തിനും വികസനത്തിന് എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ ഇതുവരെ വന്ന ഭരിച്ച MP-മാർ ഒരു വസ്തുവും ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പൊ തന്നെ നമ്മൾ നോക്കുക, 40 വർഷത്തിന് പുറത്ത് അടഞ്ഞുകിടന്ന ബൈപ്പാസിന്റെ വർക്ക് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? 2014. ഇപ്പൊ അതിന്റെ 4 ലൈനിങ് പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മുഴുവൻ ആര് വന്നതിന് ശേഷം? ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം. അപ്പൊ ഇവിടുത്തെ MP എന്താ ചെയ്യുന്നത്? ഞാനാണ് ചെയ്തത് ഫ്ലെക്സുകൾ മാത്രം വെക്കുക, റെയിൽവേ സ്റ്റേഷൻ നവീകരണം എടുക്കുക. ഈ ധനം എവിടെ നിന്ന് വരുന്നു? കേന്ദ്രത്തിൽ നിന്ന്.